ഒരു വ്യക്തി, ഒരു വീട്, അല്ലെങ്കിൽ ഒരു ഓഫീസ്, അല്ലെങ്കിൽ ഷോറൂം, എല്ലാത്തിനും വാസ്തു ഉണ്ട്, പലതിനും പല എനർജി ആയിരിക്കും. അപ്പൊ ഇത് എങ്ങനെയായിരിക്കും ഓരോ എനർജി വൈസ് ആയിട്ട് ഓരോന്നിനെ അപ്ലൈ ചെയ്യുന്നത്? ഇപ്പൊ ഓരോ പ്രോബ്ലംസ് വരുമ്പോഴായാലും അല്ലെങ്കിലായാലും എങ്ങനെയാണ് എനർജി വൈസ് ഓരോ സ്ഥാപനത്തെയോ സ്ഥലത്തെയും വ്യത്യസ്തമായിട്ട് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് വ്യക്തി, വീട്, ഓഫീസ്. വെരി ഗുഡ്. മൂന്ന് സബ്ജക്റ്റ് ആണ് കേട്ടോ യഥാർത്ഥത്തില്. മൂന്നിനും വാസ്തു ഉണ്ട്. ഇപ്പൊ വ്യക്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പേഴ്സണൽ വാസ്തു എന്ന് പറയും. അതായത് ഒരുപോലെ ഒരു വ്യക്തിന്റെ പോലെ വേറെ ഒരാൾ ഉണ്ടായില്ലേ. ഇപ്പൊ എന്റെ മാതിരി ഇത് ഒരൊറ്റ പീസാണ്. ഞാനെപ്പോഴും ഇങ്ങനെ വിചാരിക്കും, ഈ കണ്ണാടി നോക്കി പറയും, ഈശ്വരനെ ഇങ്ങനെ ഒരു മുതലിനെ ഉണ്ടാക്കിയത് കുറെ പണി കിട്ടിയിട്ടല്ലേ അല്ലേ? അതായത് ഞാൻ ബ്യൂട്ടിഫുൾ ആണ്, ഞാൻ ഉണ്ടാക്കുന്നതാണോ ഭഗവാൻ തരുന്നത്? അപ്പൊ നമ്മൾ ഇതിനെ പ്രൈസ് ചെയ്യുമ്പോ ശരിക്കും നമ്മൾ നല്ലൊരു ചിത്രം വരച്ചു, ആ ചിത്രത്തിന് നമ്മൾ ഗംഭീരമായിട്ടുണ്ടോന്ന് പറയുമ്പോ ആ ചിത്രത്തിന്റെ നമ്മൾ പ്രശംസിക്കണത് ആരെടുത്താ പോവുക? വരച്ച ആൾ അല്ലേ? യെസ്. അതേമാതിരി നമ്മൾ നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതായിരിക്കാം പോവുക, അതാണ്. അപ്പൊ സെൽഫ് പ്രൈസിങ് ഈസ് എ ഡിവൈൻ ക്വാളിറ്റി എന്ന് പറയും. എന്നെ തന്നെ വാവ് ഗംഭീരം, ഈസ് ദ ബെസ്റ്റ്, നമ്മളെ തന്നെ ഒരു എനർജറ്റിക് ആയി കഴിഞ്ഞാൽ തന്നെ ആ വ്യക്തിയുടെ ഊർജം മാറ്റാൻ പറ്റും.